ഇത് ഷാജി പാപ്പനെ പോലെ ടൊറന്റ് ഹിറ്റ് അല്ല, തിയേറ്റർ ഹിറ്റ് തന്നെ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ചെറിയ കുട്ടിയാണെങ്കിലും സാറ ഭയങ്കര പ്രൊഫഷണൽ. ഇപ്പൊ സണ്ണി ഏറ്റവും കൂടുതൽ നന്നായി അഭിനയിച്ച സിനിമയാണെന്ന് ആളുകൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, ചില ആൾക്കാർ എന്നോട് പറഞ്ഞു തല്ലാൻ വരെ തോന്നുന്നുണ്ട്. ദുൽഖറിന്റെ സ്റ്റാർ പവറോ കരിസ്മയോ ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനെ അങ്ങനെ ഒരു ഗസ്റ്റ് വേഷത്തിലേക്ക് ആയിരുന്നില്ല വിളിച്ചത്. ആ കഥയിൽ ആ സ്ഥലത്ത് ദുൽഖർ സൽമാൻ വരണം ആ കഥാപാത്രമായിട്ട്. വളരെ സന്തോഷം എന്തൊക്കെയാണെങ്കിലും. ബേസിക് തിങ് ഈസ് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സ്വാഭാവികമായും അതായിരിക്കുമല്ലോ നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസ്. കാരണം ഇങ്ങനെ ഒരു ചെറിയ ഒരു പെൺകുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പം അതിൻ്റെതായ ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ ഇതെങ്ങനെ എടുക്കും, ആൾ വരുമോ, ക്രൗഡ് കയറുമോ എന്നുള്ള തുടങ്ങിയ ഒരുപാട് ആശങ്കകൾക്ക് നടുവിലേക്കാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് വരെ എല്ലാവരും പ്രേക്ഷകരടക്കം ഫേസ്ബുക്കിലായാലും അല്ലാതെ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടായാലും ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അടിപൊളി ഫീലാണ്. ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഇത്രയും ഓഡിയൻസ് ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് വരുന്നത്. സിനിമ അവരുടെ കൂടെ ഇരുന്ന് കാണാൻ, ഓൺ ദി സ്പോട്ട് റിയാക്ഷൻ അറിയുക, അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോഴും ആ ഒരു ത്രില്ലാണ്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യം കണ്ട സിനിമ കാണണം, ബട്ട് സ്റ്റിൽ ആ ഒരു ഫീൽ, ആ ഒരു റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം പൂമ്പാറ്റ ഗിരീഷിലേക്ക് എത്തുമ്പം നമ്മൾ ഈ കഥ മനസ്സിൽ രൂപപ്പെടുത്തിയപ്പോൾ തന്നെ സണ്ണി വെയിനായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ വേറെ ആരോടും കഥ പറയാനും പോയിട്ടില്ല. കാരണം സണ്ണിയെ പോലെ അവൻ്റെ ഒരു ലുക്സൊക്കെ വെച്ചിട്ട് അലസനായി നടക്കുന്ന, പൂമ്പാറ്റയെ പോലെ മാറി നടക്കുന്ന ഒരു മനുഷ്യനെ വളരെ എളുപ്പത്തിൽ പോർട്രേ ചെയ്യാൻ അവന് കഴിയുമെന്നുള്ള വിശ്വാസം എനിക്ക് തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിനുവേണ്ടി ശ്രമിച്ചു. അവൻ്റെ ലുക്കൊക്കെ നമ്മൾ അങ്ങനെ പിടിച്ച് ഡിസൈൻ ചെയ്ത്, പിന്നെ ഈ സിനിമ സ്ക്രിപ്റ്റിങ്ങിൻ്റെ തുടക്കം തൊട്ട് അവൻ ഈ സിനിമയ്ക്ക് കൂടെ ഇരുന്നത് കൊണ്ട് ഷൂട്ടിങ്ങിൻ്റെ എല്ലാ ഘട്ടത്തിലും കക്ഷിക്ക് സിനിമ മുഴുവനായി അറിയാവുന്നതുകൊണ്ടുള്ള ഇൻവോൾവ്മെൻറ്റിന് സാധിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് കാണുന്നത്. ഇതിൽ ഗിരീഷിൻ്റെ ഓപ്പോസിറ്റ് അല്ലോ, ഗിരീഷിൻ്റെ ബോസായിട്ട് വരും. അതായത് ഗിരീഷ് എൻ്റെ ഗാന്ധി സുഗു എന്നാണ് പേര്. അപ്പോൾ സുഗുവിൻ്റെ കീഴിലാണ് ഗിരീഷ് വർക്ക് ചെയ്തിരുന്നത്. ഒരു ഡീലിൽ ആണ് ഇവർ തമ്മിൽ അങ്ങോട്ട് മിസ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നതും ഗിരീഷ് പറ്റിച്ചു പോകുന്നതും സുഗു പുള്ളിനെ ഫോളോ ചെയ്യുന്നു. സുഗു എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ടെററാണെങ്കിലും അതിനെ പടം മൊത്തത്തിൽ അതിനെ ഒരു രസകരമായിട്ടാണ് മിഥുൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കാരണം തന്നെ സുഗുവിനും ഇപ്പോൾ മോതിരെടുക്കണമെന്ന് പറയുമ്പോൾ കൈയടി വരുന്നുണ്ട്. ടെററാണെങ്കിൽ ജോണിയുടെ പോലെ അത്ര ഭയങ്കര സീരിയസ് ടെററല്ല. പെട്ടെന്നൊരു വില്ലൻ. ആദ്യം തന്നെ മിഥുൻ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പം പറഞ്ഞു, ഇത് നെഗറ്റീവാ, ഫുൾ ഓൺ നെഗറ്റീവാ, നീ ഇതുവരെ വിചാരിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലുള്ളൊരു സംഭവമല്ല. അപ്പം എന്നോട് കഥ പറഞ്ഞപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വേറൊരു വലിയൊരു നമ്മുടെ നടന് പോയതാ. ചില ആൾക്കാർ എന്നോട് പറഞ്ഞു തല്ലാൻ വരെ തോന്നുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, എടാ നിന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് പോലും തല്ലാൻ തോന്നുന്നുണ്ട്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു സണ്ണിച്ചൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആയിരിക്കും ആൻമരിയ കലിപ്പിലാണുള്ള ഒരു ശരിക്കൊരു ഹീറോ ആയി നമുക്ക് തോന്നുന്ന ഒരു ക്യാരക്ടറാണ് പൂമ്പാറ്റ ഗിരീഷ്. ഇപ്പോൾ സണ്ണി ഏറ്റവും കൂടുതൽ നന്നായി അഭിനയിച്ച സിനിമയാണെന്ന് ആളുകൾ പറയുമ്പം എനിക്ക് തോന്നുന്നത് സണ്ണി ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഇതിനോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് ഇപ്പോൾ ഈ റിലീസിൻ്റെ സമയം അതിന് ശേഷവും വരെ കൂടെ നടക്കുവോളം ഉള്ളൊരു സെറ്റപ്പിൽ ഈ പടം ചെയ്തുകൊണ്ട് കിട്ടിയ റിസൾട്ടാണത്. അപ്പോൾ ഈ സണ്ണി മാത്രമല്ല, ഏതൊരു നടനും ഇതുപോലൊരു ആത്മാർപ്പണവുമായിട്ടൊരു സിനിമയോട് കൂടെ നടക്കുന്ന സമയത്തൊക്കെ സിനിമ അതുപോലെ തിരിച്ച് എന്താ പറയുക, അതിൻ്റെ ഒരു ഫലം നൽകിയിട്ടുണ്ട്. മിഥുൻ ചേട്ടൻ ഈ ക്യാരക്ടർ പറഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആദ്യം മിഥുൻ ചേട്ടന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഡയറക്ടർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകുമ്പോൾ ഓബ്വിയസ്ലി നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. പക്ഷെ ലേറ്റർ ചെയ്ത് നോക്കിയപ്പോൾ ഹി വാസ് വെരി ഹാപ്പി. ആ ഒരു കോൺഫിഡൻസ് എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ആൻമരിയുടെ അമ്മേനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. നെഗറ്റീവ് കമൻറ്റ്സ് ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. സോ ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. ദുൽഖറിന്റെ സ്റ്റാർ പവറോ കരിസ്മയോ ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനെ അങ്ങനെ ഒരു ഗസ്റ്റ് വേഷത്തിലേക്ക് ആയിരുന്നില്ല വിളിച്ചത്. അപ്പം നമ്മൾ ഈ കഥയോട് ഏറ്റവും ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം, ആ കഥയിൽ ആ സ്ഥലത്ത് ദുൽഖർ സൽമാൻ വരണം ആ കഥാപാത്രമായിട്ട്. എനിക്ക് തോന്നുന്നില്ല മറ്റാരെങ്കിലും വന്നാൽ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ആ കഥാപാത്രം മാറുമെന്ന്.
ചിലപ്പോൾ ഒരുപക്ഷെ മാറുമായിരിക്കാം. പക്ഷേ ഇത്രത്തോളം എഫക്റ്റ് കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അപ്പോൾ നമ്മൾ വേറെ ആരെക്കുറിച്ചും ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ മറ്റൊരാൾ വന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ദുൽഖർ ഈ സിനിമയിൽ നമ്മൾ പോയി ആളെ ഒരു ഗസ്റ്റ് വേഷം ചെയ്യണം സണ്ണി പറഞ്ഞു ചെയ്യടാ എന്താ കഥ എന്ന് ചോദിച്ചു. ഞാൻ പോയി കഥ നറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവൻ കഥയിൽ കൺവിൻസിംഗ് ആണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദുൽഖറിൻ്റെതായ ഒരുപാട് സജഷൻസും ഇൻവോൾവ്മെൻറ്റും ഈ കഥയിലുണ്ടായിട്ടുണ്ട്. ഇപ്പം തിയേറ്ററിൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കൈയടിക്കുന്ന ബംഗാളി ക്യാരക്ടർ പോലും ദുൽഖർ പറഞ്ഞൊരു സജഷനാണ്. പിന്നെ ദുൽഖറിൻ്റെ ഷൂ, ദുൽഖറിൻ്റെ കോസ്റ്റ്യൂം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞ് അവൻ ഈ തുടക്കം തൊട്ട് ഈ സിനിമയിൽ എന്തായി ഡെവലപ്മെന്റ്സ് എന്തായി എന്ന് ചോദിച്ച് അവനും ഈ സിനിമയുടെ കൂടെ സഞ്ചരിച്ചൊരു മനുഷ്യനാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബസമേതം കുട്ടികളെ എത്ര ചെറിയ കുട്ടികളെ വേണമെങ്കിലും കൂടെ ഇരുത്തി കാണാൻ പറ്റുന്ന ഒരു നല്ല ചിത്രമായിരിക്കും. അവർക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വന്നിരുന്ന് കാണണം. ആൻ മരിയയുടെ കലിപ്പ് എന്താണെന്നും അതെങ്ങനെയാണ് കലിപ്പ് തീരുന്നതെന്നും. വളരെ സന്തോഷം. കാരണം കുറെ നാളായി ഈ ഫീൽഡിൽ ഇങ്ങനെ 6 വർഷത്തോളമായി. അപ്പം ഇത്രയും സക്സസ് ദൈവത്തിൻ്റെ അനുഗ്രഹം, വീട്ടുകാരുടെ പ്രാർത്ഥന, ഫ്രണ്ട്സിൻ്റെ സ്നേഹം, ഭയങ്കര സന്തോഷമുണ്ട്. വളരെ സന്തോഷം. ഏറ്റവും താങ്ക്സ് പറയേണ്ടത് മിഥുൻ ചേട്ടനോടാണ്. ചെറിയ കുട്ടിയാണെങ്കിലും സാറ ഭയങ്കര പ്രൊഫഷണൽ ഒരു ആക്ടറാണ്. ആ ഒരു പ്രൊഫഷണലിസം അവളുടെ എല്ലാ കാര്യത്തിലും ഉണ്ട്. കളിച്ച് നടക്കുകയാണെങ്കിലും ക്യാമറയുടെ മുമ്പിൽ വന്നാൽ ഷീസ് വെരി പ്രൊഫഷണൽ. അല്ല, അതൊരു സംവിധായകൻ എന്ന നിലയ്ക്കുള്ള എൻ്റെ സ്വാഭാവികമായ വളർച്ചയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ഓരോ സിനിമ കഴിയുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഒരു സിനിമയിലെ ട്രേസുകൾ, അതിൻ്റെ ഒരു ഷാഡോസ് ഒന്നും അടുത്ത സിനിമയിൽ ഉണ്ടാവാൻ പാടില്ല, അതേ ജോണറിൽ വേറൊരു പടം ചെയ്യാൻ പാടില്ല തുടങ്ങിയ നിർബന്ധ ബുദ്ധികൾ മാത്രമേ എനിക്കുള്ളൂ. അപ്പം നമ്മൾ ഒരു സിനിമയിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത സിനിമ കുറച്ചും കൂടെ ബെറ്ററാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായൊരു പടമായിരിക്കും അടുത്തത്. അപ്പം അങ്ങനെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നത്. അപ്പം നമ്മൾ ഭയങ്കര സംവിധായകനും എഴുത്തുകാരനും ആയതുകൊണ്ടല്ല, പക്ഷേ ഒന്നിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അടുത്ത അല്പം ബെറ്റർ ആക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായൊരു റിസൾട്ടാണ്. നല്ല പടമാണ്, നല്ല നന്മയുള്ള പടമാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണം, സ്നേഹിക്കണം. താങ്ക് യു. ആൻ മരിയ കലിപ്പിലാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും, ഇറ്റ് ഇസ് എ ക്ലീൻ ഫാമിലി എൻ്റർടൈനർ. ഒരു കുട്ടികളുടെ കഥയല്ല അത്. മുതിർന്നവർക്കും വയസ്സായവർക്കും കുട്ടികൾക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീൻ ഫാമിലി എൻ്റർടൈനറാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി കാണാൻ സിനിമ. ഞങ്ങളുടെ സിനിമ വിജയിപ്പിക്കുക. താങ്ക് യു. പ്രേക്ഷകരോട് പറയാനുള്ളത്, അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ കുടുംബസമേതം പോയി കാണുക. ഈ സിനിമ ഒരിക്കലും എല്ലാവരും പറയുന്ന പോലത്തെ ഒരു പൊള്ളവാക്കല്ല പറയുന്നത്. ഈ സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശരാക്കില്ല. എന്താണെങ്കിലും കൊടുക്കുന്ന പൈസ വസൂലായിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷം എന്തൊക്കെയാണെങ്കിലും. നമ്മൾ ബേസിക്കലി എല്ലാവരും സിനിമ എടുക്കുന്നത് നമ്മളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടീം വർക്ക് അത് സാധിച്ചു എന്നുള്ളതിൽ എല്ലാവർക്കും അതിയായ സന്തോഷം. എല്ലാവരും പടം കാണണം എത്രയും പെട്ടെന്ന്. എല്ലാവരും ഹാപ്പി അല്ലേ?